രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 23 അധ്യായം. അനന്തരം രാജാവ് ആളയച്ചു. അവർ യഹൂദയിലും യെരൂശലേമിലുമുള്ള എല്ലാ മൂപ്പന്മാരെയും അവന്റെ അടുക്കൽ കൂട്ടിവരുത്തി. രാജാവും സകല യഹൂദ പുരുഷന്മാരും യെരൂശലേമിലെ സകല നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും ആബാലവൃദ്ധം ജനമൊക്കെയും യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു. യഹോവയുടെ ആലയത്തിൽ വെച്ചു കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെയെല്ലാം അവർ കേൾക്കെ അവൻ വായിച്ചു. രാജാവ് തൂണിനരികെ നിന്നുകൊണ്ട്, ഞാൻ യഹോവയെ അനുസരിച്ചു നടക്കുകയും അവന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിന്റെ വാക്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്യാമെന്ന് യഹോവയുടെ മുമ്പാകെ ഒരു നിയമം ചെയ്തു. ജനമൊക്കെയും ഈ നിയമത്തിൽ യോജിച്ചു. രാജാവും മഹാപുരോഹിതനായ ഹിൽക്കിയാവിനോടും രണ്ടാം തരത്തിലുള്ള പുരോഹിതന്മാരോടും വാതിൽ കാൽക്കുന്നവരോടും ബാലിനും അശേരയ്ക്കും ആകാശത്തിലെ സർവ്വ സൈന്യത്തിനും വേണ്ടി ഉണ്ടാക്കിയ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ മന്ദിരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പോകുവാൻ കൽപ്പിച്ചു. യെരൂശലേമിനെ പുറത്ത് കിദ്രോൻ പ്രദേശത്ത് വെച്ച് അവയെ ചുട്ടു. ചാരം ബേഥേലിലേക്ക് കൊണ്ടുപോയി. യഹൂദ പട്ടണങ്ങളിലും യെരൂശലേമിന്റെ ചുറ്റിലുമുള്ള പൂജാഗിരികളിൽ ധൂപം കാട്ടുവാൻ യഹൂദ രാജാക്കന്മാർ നിയമിച്ചിരുന്ന പൂജാഗിരികളെയും ബാലിനും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങൾക്കും ആകാശത്തിലെ സർവ്വ സൈന്യത്തിനും ധൂപം കാട്ടിയവരും അവൻ നീക്കിക്കളഞ്ഞു. അശേര പ്രതിഷ്ഠയും അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് യെരൂശലേമിലേക്ക് പുറത്ത് കിദ്രോൻ തോട്ടത്തിനരികെ കൊണ്ടുചെന്ന് കിദ്രോൻ താഴ്വീതിയിൽ വെച്ച് ചുട്ടു പൊടിയാക്കി. പൊടി സാമാന്യ ജനത്തിന്റെ ശവക്കുഴികളിന്മേൽ ഇട്ടുകളഞ്ഞു. സ്ത്രീകൾ അശേരയ്ക്ക് കൂടാരശീലകൾ നെയ്ത ഇടങ്ങളായി യഹോവയുടെ ആലയത്തിങ്കലുള്ള പുരുഷ മൈഥുനക്കാരുടെ വീടുകളിലെയും അവൻ ഇടിച്ചു കളഞ്ഞു. അവൻ യഹൂദ പട്ടണങ്ങളിൽ നിന്ന് സകല പുരോഹിതന്മാരെയും വരുത്തി. ഗേബ മുതൽ ബേർഷേബ വരെ പുരോഹിതന്മാർ ധൂപം കാട്ടിയിരുന്ന പൂജാഗിരികളെ അശുദ്ധമാക്കി. പട്ടണവാതിൽ പ്രവേശനത്തിങ്കൽ ഇടത്തുഭാഗത്ത് നഗരാധിപതിയായ യോശുവയുടെ വാതിൽക്കലുള്ള പടിവാതിലുകളുടെ പൂജാഗിരികളെയും അവൻ ഇടിച്ചു കളഞ്ഞു. എന്നാൽ പൂജാഗിരി പുരോഹിതന്മാർ യെരൂശലേമിലുള്ള യഹോവയുടെ യാഗപീഠത്തിങ്കൽ കയറിയിട്ടില്ല. അവർ തങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ പുളിപ്പില്ലാത്ത അപ്പം തിന്നതേയുള്ളൂ. ആരും തൻ്റെ മകനെയോ മകളെയോ മോലേക്കിന് അഗ്നിപ്രവേശം ചെയ്യിക്കേണ്ടതിന് ബെൻഹിന്നോം താഴ്വരയിലെ ദഹന സ്ഥലവും അവൻ അശുദ്ധമാക്കി. യഹോവയുടെ ആലയത്തിലേക്കുള്ള പ്രവേശനത്തിങ്കൽ വളപ്പിനകത്തുള്ള നാഥാൻ മേലേക്ക് എന്ന ഷണ്ണന്റെ അരക്കരികെ യഹൂദ രാജാക്കന്മാർ സൂര്യന് പ്രതിഷ്ഠിച്ചിരുന്ന അശ്വബിംബങ്ങളെ അവൻ നീക്കി. സൂര്യരഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. യഹൂദ രാജാക്കന്മാർ ആഹാസിന്റെ മാളികയുടെ മേൽപ്പുരയിൽ ഉണ്ടാക്കിയിരുന്ന ബലിപീഠങ്ങളെയും മനശ്ശെ യഹോവയുടെ ആലയത്തിന്റെ 2 പ്രാകാരങ്ങളിലും ഉണ്ടാക്കിയിരുന്ന ബലിപീഠങ്ങളെയും രാജാവ് തകർത്ത് അവിടെ നിന്ന് നീക്കി അവയുടെ പൊടി കിദ്രോൻ തോട്ടിൽ ഇട്ടുകളഞ്ഞു. യെരൂശലേമിനെതിരെ നാശപർവ്വതത്തിന്റെ വലത്തുഭാഗത്ത് ഇസ്രയേൽ രാജാവായ ശലോമോൻ സീദോന്യരുടെ മ്ലേച്ഛബിംബമായ അസ്തോരത്തിനെയും മോവാബ്യരുടെ ബിംബമായ കെമോഷിനും അമ്മോന്യരുടെ മ്ലേച്ഛബിംബമായ മിൽക്കോമിനും പണിതിരുന്ന പൂജാഗിരികളെയും രാജാവ് അശുദ്ധമാക്കി. അവൻ വിഗ്രഹ സ്തംഭങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. അവ നിന്നിരുന്ന സ്ഥലങ്ങളെ മനുഷ്യാസ്ഥികൾ കൊണ്ട് നിറച്ചു. അത്രയുമല്ല, ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യെരോബയാം ബഥേലിൽ ഉണ്ടാക്കിയിരുന്ന യാഗപീഠവും പൂജാഗിരിയും അവൻ ഇടിച്ചു കളഞ്ഞു. പൂജാഗിരി അവൻ ചുട്ട് പൊടിയാക്കി. അശേര പ്രതിഷ്ഠയും ചുട്ടുകളഞ്ഞു. എന്നാൽ യോശിയാവ് തിരിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ മലയിൽ ഉണ്ടായിരുന്ന കല്ലറകൾ കണ്ടിട്ട് ആളയച്ചു കല്ലറകളിൽ നിന്ന് അസ്ഥികളെ എടുപ്പിച്ചു. ഈ കാര്യം മുന്നറിയിച്ച ദൈവപുരുഷൻ പ്രസ്താവിച്ച യഹോവയുടെ വചനപ്രകാരം ആ യാഗപീഠത്തിന്മേൽ ഇട്ട് ചുട്ട് അത് അശുദ്ധമാക്കി കളഞ്ഞു. അത് കാണുന്ന ആ ജ്ഞാപക സ്തംഭം എന്ത് എന്ന് അവൻ ചോദിച്ചു. അതിന് ആ പട്ടണക്കാർ അവനോട്, അത് യഹൂദയിൽ നിന്ന് വരികയും നീ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ബഥേലിലെ യാഗപീഠത്തെക്കുറിച്ച് മുന്നറിയിക്കുകയും ചെയ്ത ദൈവപുരുഷന്റെ കല്ലറയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, അത് ഇരിക്കട്ടെ, അവന്റെ അസ്ഥികളെ ആരും അനക്കരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ അവന്റെ അസ്ഥികളെയും ശമരിയിൽ നിന്ന് വന്ന പ്രവാചകന്റെ അസ്ഥികളെയും വിട്ടേച്ചു പോയി. യഹോവയെ കോപിപ്പിക്കേണ്ടതിന് ഇസ്രായേൽ രാജാക്കന്മാർ ശമരിയ പട്ടണങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന സകല പൂജാഗിരി ക്ഷേത്രങ്ങളെയും യോശിയാവ് നീക്കിക്കളഞ്ഞു. ബഥേലിൽ അവൻ ചെയ്തതുപോലെയൊക്കെയും അവയോടും ചെയ്തു. അവൻ അവിടെയുള്ള പൂജാഗിരി പുരോഹിതന്മാരെയൊക്കെയും ബലിപീഠങ്ങളിൽ മേൽ വെട്ടിക്കൊല്ലിക്കുകയും അവയുടെ മേൽ മനുഷ്യാസ്ഥികൾ ചുടുകയും ചെയ്തിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അനന്തരം രാജാവ്
സകല ജനത്തോടും, ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിപ്പിൻ എന്ന് കൽപ്പിച്ചു. ഇസ്രയേലിന് ന്യായപാലനം ചെയ്തിരിക്കുന്ന ന്യായാധിപന്മാരുടെ കാലം മുതൽക്കും ഇസ്രയേൽ രാജാക്കന്മാരുടെയും യഹൂദ രാജാക്കന്മാരുടെ കാലത്തും ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല. യോശിയ രാജാവിന്റെ 18-ാം ആണ്ടിൽ യെരുശലേമിൽ യഹോവയ്ക്ക് ഈ പെസഹ ആചരിച്ചു. ഹിൽക്കിയ പുരോഹിതൻ യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ വാക്യങ്ങളെ നിവർത്തിപ്പാൻ തക്കവണ്ണം യോശിയാവ് വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും ഗ്രഹബിംബങ്ങളെയും മറ്റ് വിഗ്രഹങ്ങളെയും യഹൂദദേശത്തും യെരുശലേമിലും കണ്ട സകല മ്ലേച്ഛതകളെയും അശേഷം നശിപ്പിച്ചു കളഞ്ഞു. അവനെ പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ മോശയുടെ ന്യായപ്രമാണ പ്രകാരമൊക്കെയും യഹോവയെങ്കിലേക്ക് തിരിഞ്ഞ ഒരു രാജാവും മുമ്പുണ്ടായിട്ടില്ല. പിമ്പ് ഒരുത്തൻ എഴുന്നേറ്റിട്ടുമില്ല. എങ്കിലും മനശ്ശെ യഹോവയെ കോപിപ്പിച്ച സകല കോപഹേതുക്കളും നിമിത്തം യഹൂദയുടെ നേരെ ജ്വലിച്ച തന്റെ മഹാകോപത്തിന്റെ ഉഗ്രതയെ യഹോവ വിട്ടുമാറാതെ, ഞാൻ ഇസ്രയേലിനെ നീക്കിക്കളഞ്ഞതുപോലെ യഹൂദയെയും എന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുകയും ഞാൻ തെരഞ്ഞെടുത്ത ഈ യെരുശലേം നഗരത്തെയും എന്റെ നാമം അവിടെ ഇരിക്കുമെന്ന് ഞാൻ അരുളി ചെയ്ത ആലയത്തെയും ത്യജിച്ചു കളയുകയും ചെയ്യും എന്ന് യഹോവ കൽപ്പിച്ചു. യോശിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അവന്റെ കാലത്ത് മിസ്രയീം രാജാവായ ഫറവോൻ നെഖോ അശൂർ രാജാവിന്റെ നേരെ ഫ്രാത്ത് നദിക്ക് പുറപ്പെട്ടു. യോശിയ രാജാവ് അവന്റെ നേരെ ചെന്നു. അവർ അവനെ കണ്ടിട്ട് മെഗിദ്ദോവിൽ വെച്ച് കൊന്നുകളഞ്ഞു. അവന് ഭൃത്യന്മാർ മരിച്ചുപോയവരെ രഥത്തിൽ കയറ്റി മെഗിദ്ദോവിൽ നിന്ന് യെരുശലേമിലേക്ക് കൊണ്ടുവന്ന് അവന്റെ സ്വന്തം കല്ലറയിൽ അടക്കം ചെയ്തു. പിന്നെ ദേശത്തെ ജനം യോശിയാവിന്റെ മകനായ യഹോവാഹാസിനെ കൂട്ടിക്കൊണ്ടുവന്ന് അഭിഷേകം കഴിപ്പിച്ച് അവന്റെ അപ്പനും പകരം രാജാവാക്കി. യഹോവാഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 23 വയസ്സായിരുന്നു. അവൻ 3 മാസം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് ഹമൂദൽ എന്നു പേർ. അവൾ ലിബ്നക്കാരനായ യിരെമ്യാവിന്റെ മകൾ ആയിരുന്നു. അവൻ തന്റെ പിതാക്കന്മാർ ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവൻ യെരുശലേമിൽ വാഴാതിരിക്കേണ്ടതിന് ഫറവോൻ നെഖോ ഹമാത്ത് ദേശത്തിലെ റിബ്ലായിൽ വെച്ച് അവനെ ബന്ധിച്ചു. ദേശത്തിന് 100 താലന്ത് വെള്ളിയും 1 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. ഫറവോൻ നെഖോ യോശിയാവിന്റെ മകനായ എല്യാക്കീമിനെ അവന്റെ അപ്പനായ യോശിയാവിന് പകരം രാജാവാക്കി. അവന്റെ പേർ യഹോവയാക്കീം എന്ന് മാറ്റി. യഹോവാഹാസിനെ അവൻ കൊണ്ടുപോയി. അവൻ മിസ്രൈമിൽ ചെന്ന് അവിടെ വെച്ച് മരിച്ചുപോയി. ആ വെള്ളിയും പൊന്നും യഹോവാക്കീം ഫറവോന് കൊടുത്തു. എന്നാൽ ഫറവോന്റെ കൽപ്പന പ്രകാരം വെള്ളി കൊടുക്കേണ്ടതിന് അവൻ ദേശത്ത് വരിയിട്ടു. അവൻ ദേശത്തെ ജനത്തിൽ ഓരോരുത്തന്റെയും പേരിൽ വരിയിട്ടതുപോലെ വെള്ളിയും പൊന്നും അവരവരോട് പിരിച്ചെടുത്ത് ഫറവോൻ നെഖോവിന് കൊടുത്തു. യഹോവയാക്കീം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 11 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് സെബീദ എന്നു പേർ. അവൾ റൂമക്കാരനായ പെദയാവിന്റെ മകളായിരുന്നു. അവൻ തന്റെ പിതാക്കന്മാർ ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഒരമ്മയുടെ മക്കളായ 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർ മിസ്രയീമിൽ വെച്ച് പരസംഗം ചെയ്തു. യൗവനത്തിൽ തന്നെ അവർ പരസംഗം ചെയ്തു. അവിടെ അവരുടെ മുല പിടിച്ച് അവരുടെ കന്യാകുജാഗ്രം ഞെക്കി. അവരിൽ മൂത്തവൾക്ക് ഒഹോല എന്നും ഇളയവൾക്ക് ഒഹോലീബ എന്നും പേരായിരുന്നു. അവർ എനിക്കുള്ളവരായിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും പ്രസവിച്ചു. അവരുടെ പേരോ ഒഹോല എന്നത് ശമരിയും ഒഹോലീബ എന്നത് യെരുശലേമും ആകുന്നു. എന്നാൽ ഒഹോല എന്നെ വിട്ടു പരസംഗം ചെയ്തു. അവൾ ധൂമ്ര വസ്ത്രം ധരിച്ച് ദേശാധിപതികളും സ്ഥാനാപതികളും ഒട്ടൊഴിയാതെ മനോഹര യുവാക്കളും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരുമായ സമീപസ്ഥരായ അശൂര്യജാരന്മാരെ മോഹിച്ചു. അശൂര്യ ശ്രേഷ്ഠന്മാരോടൊക്കെയും തൻ്റെ വേശ്യാവിദ്യകളെ ചെലവഴിച്ച് തൻ്റെ മോഹിച്ചു പോന്ന ഏവരുടെയും സകല വിഗ്രഹങ്ങളെ കൊണ്ടും തന്നെത്താൻ മലിനമാക്കി. മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന തൻ്റെ വേശ്യാവൃത്തിയും അവൾ വിട്ടില്ല. അവർ അവളുടെ യൗവനത്തിൽ അവളോട് കൂടെ ചെയ്യിച്ചു. അവളുടെ കന്യാകുജാഗ്രം ഞെക്കി അവളുടെ പരസംഗം അവളുടെ മേൽ ചൊരിഞ്ഞു. അതുകൊണ്ട് ഞാൻ അവളെ അവളുടെ ജാരന്മാരുടെ കയ്യിൽ, അവൾ മോഹിച്ചിരുന്ന അശൂര്യരുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു. അവർ തങ്ങളുടെ നഗ്നത അനാവൃതമാക്കി. അവളുടെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിക്കുകയും അവളെ വാൾ കൊണ്ട് കൊല്ലുകയും ചെയ്തു. അവർ അവളുടെ മേൽ വിധി നടത്തിയതുകൊണ്ട് അവൾ സ്ത്രീകളുടെ ഇടയിൽ ഒരു നിന്ദാപാത്രമായി തീർന്നു.
എന്നാൽ അവളുടെ സഹോദരിയായ ഒഹോലിബ ഇത് കണ്ടിട്ടും തന്റെ കാമവികാരത്തിൽ അവളെക്കാളും തന്റെ വേശ്യാവൃത്തിയിൽ സഹോദരിയുടെ വേശ്യവൃത്തിയെക്കാളും അധികം വഷളത്വം പ്രവർത്തിച്ചു. മോടിയായി ഉടുത്തു ചമഞ്ഞ ദേശാധിപതികളും സ്ഥാനാപതികളും കുതിരപ്പുറത്തു കയറി ഓടിക്കുന്നവരും ഒട്ടൊഴിയാതെ മനോഹര യുവാക്കളുമായി സമീപസ്ഥരായ അശൂര്യനെ മോഹിച്ചു. അവളും തന്നെത്താൻ മലിനയാക്കി എന്ന് ഞാൻ കണ്ടു. ഇരുവരും ഒരു വഴിയിൽ തന്നെ നടന്നു. അവൾ പിന്നെയും പരസംഗം ചെയ്തുകൊണ്ടിരുന്നു. ചായില്യം കൊണ്ട് എഴുതിയ കൽദയരുടെ ചിത്രങ്ങളെ കൽദയദേശം ജന്മഭൂമിയായുള്ള ബാബേൽക്കാരുടെ രൂപത്തിൽ അരയ്ക്ക് കച്ചുകെട്ടി തലയിൽ തലപ്പാവ് ചുറ്റി കാഴ്ചയ്ക്ക് ഒട്ടൊഴിയാതെ പ്രഭുക്കന്മാരായിരിക്കുന്ന പുരുഷന്മാരുടെ ചിത്രങ്ങളെ തന്നെ ചുവരിന്മേൽ വരച്ചിരിക്കുന്നത് അവൾ കണ്ടു. കണ്ടയുടനെ അവൾ അവരെ മോഹിച്ചു. കൽദയ ദേശത്തിലേക്ക് അവരുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. അങ്ങനെ ബാബേൽക്കാർ പ്രേമശയനത്തിനായി അവളുടെ അടുക്കൽ വന്നു പരസംഗം കൊണ്ട് അവളെ മലിനയാക്കി. അവൾ അവരാൽ മലിനയായി തീർന്നു. പിന്നെ അവൾക്ക് അവരോട് വെറുപ്പ് തോന്നി. ഇങ്ങനെ അവൾ തന്റെ പരസംഗം വെളിപ്പെടുത്തി തന്റെ നഗ്നത അനാവൃതമാക്കിയപ്പോൾ എനിക്ക് അവളുടെ സഹോദരിയോട് വെറുപ്പ് തോന്നിയതുപോലെ അവളോടും വെറുപ്പ് തോന്നി. എന്നിട്ടും അവൾ മിസ്രയീം ദേശത്തു വെച്ച് പരസംഗം ചെയ്ത തന്റെ യൗവനകാലം ഓർത്ത് പരസംഗം വർദ്ധിപ്പിച്ചു. കഴുതുകളുടെ ലിംഗം പോലെ ലിംഗവും കുതിരകളുടെ ബീജശ്രവണം പോലെ ബീജശ്രവണവുമുള്ള ജാരന്മാരെ അവൾ മോഹിച്ചു. ഇങ്ങനെ നിന്റെ യൗവന സ്ഥലങ്ങൾ നിമിത്തവും മിസ്രയീമ്യർ നിന്റെ കുജാഗ്രങ്ങളെ ഞെക്കിയതായ നിന്റെ യൗവനത്തിൽ ദുഷ്കർമ്മം നീ തിരിഞ്ഞ് നോക്കി. അതുകൊണ്ട് ഒഹോലിയാബേ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേൽക്കാർ, കൽദയർ ഒക്കെയും, പെക്കോദ്യർ, ശോവ്യർ, കോവ്യർ, അശൂര്യർ ഒക്കെയും എന്നിങ്ങനെ മനോഹര യുവാക്കളും ദേശാധിപതികളും സ്ഥാനാപതികളും ഒട്ടൊഴിയാതെ പ്രഭുക്കന്മാരും വിശ്രുതന്മാരും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരുമായി നിനക്ക് വെറുപ്പ് തോന്നിയിരിക്കുന്ന നിന്റെ ജാരന്മാരെ ഞാൻ നിനക്ക് വിരോധമായി ഉണർത്തി ചുറ്റും നിന്റെ നേരെ വരുത്തും. അവർ അനവധി രഥങ്ങളും വണ്ടികളും ഒരു ജനസമൂഹവുമായി നിന്റെ നേരെ വരും. അവർ പരിചയും പലകയും പിടിച്ച് തലക്കോരുക ഇട്ടും കൊണ്ട് നിന്നെ വന്ന് വളയും. ഞാൻ ന്യായവിധി അവർക്ക് ഭരമേൽപ്പിക്കും. അവർ തങ്ങളുടെ ന്യായങ്ങൾക്ക് അനുസാരമായി നിന്നെ ന്യായം വിധിക്കും. ഞാൻ എൻ്റെ തീഷ്ണത നിന്റെ നേരെ പ്രയോഗിക്കും. അവർ ക്രോധത്തോടെ നിന്നോട് പെരുമാറും. അവർ നിന്റെ മൂക്കും ചെവിയും ചെത്തിക്കളയും. നിനക്ക് ശേഷിപ്പുള്ളവർ വാൾ കൊണ്ട് വീഴും. അവർ നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിച്ച് കൊണ്ടുപോകും. നിനക്ക് ശേഷിപ്പുള്ളവർ തീക്കിരയാകും. അവർ നിന്റെ വസ്ത്രം ഉരിഞ്ഞ് ആഭരണങ്ങളെ എടുത്തു കളയും. ഇങ്ങനെ ഞാൻ നിന്റെ ദുർമര്യാദയും മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ വേശ്യാവൃത്തിയും നിർത്തലാക്കും. നീ ഇനി അവരെ തലപൊക്കി നോക്കുകയില്ല, മിസ്രയീമിനെ ഓർക്കുകയുമില്ല. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിന്നെ നീ പകയ്ക്കുന്നവരുടെ കയ്യിൽ, നിനക്ക് വെറുപ്പ് തോന്നുന്നവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കും. അവർ പകയോടെ നിന്നോട് പെരുമാറി നിന്റെ സമ്പാദ്യമൊക്കെയും എടുത്ത് നിന്നെ നഗ്നയും അനാവൃതയും ആക്കി വിടും. അങ്ങനെ നിന്റെ വേശ്യാവൃത്തിയുടെ നഗ്നതയും നിന്റെ ദുർമര്യാദയും പരസംഗങ്ങളും വെളിപ്പെട്ടു വരും. നീ ജാതികളോട് ചേർന്ന് പരസംഗം ചെയ്തതുകൊണ്ട് അവരുടെ വിഗ്രഹങ്ങളാൽ നിന്നെ തന്നെ മലിനമാക്കിയതുകൊണ്ടും ഇത് നിനക്ക് ഭവിക്കും. നീ സഹോദരിയുടെ വഴിയിൽ നടന്നതുകൊണ്ട് ഞാൻ അവളുടെ പാനപാത്രം നിന്റെ കയ്യിൽ തരും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നീ സഹോദരിയുടെ കുഴിയും വട്ടവും ഉള്ള പാനപാത്രത്തിൽ വിഷയമായി തീരും. അതിൽ വളരെ കൊള്ളുമല്ലോ. സ്തംഭനവും ശൂന്യതയുമുള്ള പാനപാത്രമായി നിന്റെ സഹോദരി ശമരിയുടെ പാനപാത്രമായ ലഹരിയും ദുഃഖവും കണ്ട് നീ നിറഞ്ഞിരിക്കുന്നു. നീ അത് കുടിച്ചു വറ്റിച്ച് ഉടച്ച കഷണങ്ങളെ നക്കി നിന്റെ മുലകളെ കീറിക്കളയും. ഞാനത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആകയാൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നീ എന്നെ മറന്ന് എന്നെ നിന്റെ പുറകിൽ എറിഞ്ഞു കളവുകൊണ്ട് നീ നിന്റെ ദുർമര്യാദയും പരസംഗവും വഹിക്ക. പിന്നെയും യഹോവ എന്നോട് അരുളി ചെയ്തത്: മനുഷ്യപുത്ര, നീ ഒഹോലയെയും ഒഹിലാബയെയും ന്യായം വിധിക്കുമോ? എന്നാൽ അവരുടെ മ്ലേച്ഛതകളെ അവരോട് അറിയിക്ക. അവർ വ്യഭിചാരം ചെയ്തു, അവരുടെ കയ്യിൽ രക്തമുണ്ട്. തങ്ങളുടെ വിഗ്രഹങ്ങളോട് അവർ വ്യഭിചാരം ചെയ്തു. അവർ എനിക്ക് പ്രസവിച്ച മക്കളെ അവർക്ക് ഭോജനമായി അഗ്നിപ്രവേശം ചെയ്യിച്ചു. ഒന്നുകൂടെ അവർ എന്നോട് ചെയ്തിരിക്കുന്നു. അന്നാളിൽ തന്നെ അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ തീണ്ടിച്ച് എൻ്റെ ശബത്തുകളെ അശുദ്ധമാക്കി. അവർ തങ്ങളുടെ മക്കളെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി കൊന്ന ശേഷം അന്ന് തന്നെ അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കേണ്ടതിന് അതിലേക്ക് വന്നു. ഇങ്ങനെയത്രേ അവർ എൻ്റെ ആലയത്തിന്റെ നടുവിൽ ചെയ്തത്. ഇതുകൂടാതെ ദൂരത്തുനിന്ന് വന്ന പുരുഷന്മാർക്ക്
അവർ ആളയച്ചു. ഒരു ദൂതൻ അവരുടെ അടുക്കൽ ചെന്ന ഉടനെ അവർ വന്നു. അവർക്ക് വേണ്ടി നീ കുളിച്ചു, കണ്ണിൽ മഷി എഴുതി, ആഭരണം അണിഞ്ഞു, ഭംഗിയുള്ള ഒരു കട്ടിലിന്മേൽ ഇരുന്നു. അതിന്റെ മുമ്പിൽ ഒരു മേശ ഒരുക്കി, അതിന്മേൽ എന്റെ കുന്തിരുക്കവും എണ്ണയും വെച്ചു. നിർഭയമായിരിക്കുന്ന ഒരു പുരുഷാരത്തിന്റെ ഘോഷം അവളോടുകൂടെ ഉണ്ടായിരുന്നു. ജനസമൂഹത്തിലെ പുരുഷന്മാരുടെ അടുക്കൽ അവർ ആളയച്ച് മരുഭൂമിയിൽ നിന്ന് കുടിയാന്മാരെ കൊണ്ടുവന്ന് അവർ അവരുടെ കൈക്ക് വളയിടുകയും തലയിൽ ഭംഗിയുള്ള കിരീടങ്ങൾ വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ, കിഴവിയായവൾ വ്യഭിചാരം ചെയ്യും, ഇപ്പോൾ അവൾ അവരോടും പരസംഗം ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ വേശ്യയുടെ അടുക്കൽ ചെല്ലുന്നത് പോലെ അവർ അവളുടെ അടുക്കൽ ചെന്നു. അതെ, അവർ കാമുകിയായ ഒഹോലയുടെ അടുക്കൽ, ഒഹോലീബയുടെ അടുക്കലും ചെന്നു. എന്നാൽ നീതിമാന്മാരായ പുരുഷന്മാർ വ്യഭിചാരിണികൾക്ക് തക്ക ന്യായപ്രകാരവും രക്തപാതികൾക്ക് തക്ക ന്യായപ്രകാരവും അവരെ ന്യായം വിധിക്കും. അവർ വ്യഭിചാരിണികളല്ലോ, അവരുടെ കയ്യിൽ രക്തവുമുണ്ട്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ അവരുടെ നേരെ ഒരു സഭ കൂട്ടി അവരെ പരിഭ്രമത്തിനും കവർച്ചയ്ക്കും ഏൽപ്പിക്കും. ആ സഭ അവരെ കല്ലെറിഞ്ഞ് വാൾ കൊണ്ട് വെട്ടിക്കളയും. അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ കൊന്ന് അവരുടെ വീടുകളെ തീ വെച്ച് ചുട്ടുകളയും. ഇങ്ങനെ നിങ്ങളുടെ ദുർമര്യാദ പോലെ ചെയ്യാതിരിപ്പാൻ സകല സ്ത്രീകളും ഒരു പാഠം പഠിക്കേണ്ടതിന് ഞാൻ ദുർമര്യാദ ദേശത്തു നിന്ന് നീക്കിക്കളയും. അങ്ങനെ അവർ നിങ്ങളുടെ ദുർമര്യാദയ്ക്ക് തക്കവണ്ണം നിങ്ങൾക്ക് പകരം ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹങ്ങളെ, പാപങ്ങളെ ചുമക്കേണ്ടി വരും. ഞാൻ യഹോവയായ കർത്താവെന്ന് നിങ്ങൾ അറിയും. യെഹെസ്കേലിന്റെ പുസ്തകം 24-ാം അധ്യായം. 9-ാം ആണ്ട് 10-ാം മാസം 10-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഈ തീയതി ഇന്നത്തെ തീയതി തന്നെ എഴുതി വെക്കുക. ഇന്ന് തന്നെ ബാബേൽ രാജാവ് യെരൂശലേമിനെ ആക്രമിച്ചിരിക്കുന്നു. നീ മത്സരഗ്രഹത്തോട് ഒരു ഉപമ പ്രസ്താവിച്ചു പറയേണ്ടത്: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ഒരു കുട്ടകം അടുപ്പത്ത് വച്ച് അതിൽ വെള്ളമൊഴിക്കാം. മാംസകഷ്ണങ്ങൾ, തുട, കൈക്കുറക് മുതലായ നല്ല കഷ്ണങ്ങളൊക്കെയും തന്നെ എടുത്ത് അതിലിടുക. ഉത്തമമായ അസ്ഥിഖണ്ഡങ്ങൾ കൊണ്ട് അതിനെ നിറയ്ക്കുക. ആട്ടിൻകൂട്ടത്തിൽ നിന്ന് വിശേഷമായതിനെ പിടിച്ചുകൊണ്ടുവന്ന് അതിൻ്റെ കീഴ് വിറകടുക്കി അതിനെ നല്ലവണ്ണം പുഴുങ്ങുക. അതിൻ്റെ അസ്ഥികൾ അതിനകത്ത് കിടന്ന് വേകട്ടെ. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അകത്തു ക്ലാവും ഉള്ളതും ക്ലാവ് വിട്ടുപോകാത്തതുമായ കുട്ടകത്തിന്, രക്തപാതകമുള്ള നഗരത്തിന് തന്നെ അയ്യോ കഷ്ടം. അതിനെ ഖണ്ഡം ഖണ്ഡമായി പുറത്തെടുക്കുക. ചീട്ട് അതിന്മേൽ വീണിട്ടില്ല. അവൾ ചൊരിഞ്ഞിട്ടിരിക്കുന്ന രക്തം അവളുടെ മധ്യയുണ്ട്. അവൾ വെറും പാറമേലത്രേ ചൊരിഞ്ഞത്. മണ്ണുകൊണ്ട് മൂടുവാൻ തക്കവണ്ണം അത് നിലത്തൊഴിച്ചില്ല. ക്രോധം വരുത്തേണ്ടതിനും പ്രതികാരം ചെയ്യേണ്ടതിനും ഞാൻ അവൾ ചൊരിഞ്ഞ രക്തം മൂടിപ്പോകാതെ വണ്ണം അതിനെ വെറും പാറമേൽ തന്നെ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: രക്തപാതകങ്ങളുടെ നഗരത്തിന് അയ്യോ കഷ്ടം. ഞാൻ വിറക് കൂമ്പാരം വലുതാക്കും. വിറക് കൂട്ടുക, തീ കത്തിക്കുക, മാംസം വേകട്ടെ, ചാറ് കുറുകട്ടെ, അസ്ഥികൾ വെന്തു പോകട്ടെ. അതിൻ്റെ താമ്രം കാഞ്ഞ് വെന്തു പോകേണ്ടതിന്, അതിൻ്റെ കറ അതിൽ ഉരുകേണ്ടതിനും, അതിൻ്റെ ക്ലാവ് ഇല്ലാതെയാകേണ്ടതിനും അത് ഒഴിച്ചെടുത്ത് കനലിന്മേൽ വയ്ക്കുക. അവൾ അധ്വാനം കൊണ്ട് തളർന്നുപോയി. അവളുടെ കനത്ത ക്ലാവ് അവളെ വിട്ടുപോകുന്നില്ല. അവളുടെ ക്ലാവ് തീയാലും വിട്ടുപോകുന്നില്ല. നിന്റെ മലിനമായ ദുർമര്യാദ നിമിത്തം ഞാൻ നിന്നെ ശുദ്ധീകരിച്ചിട്ടും നീ ശുദ്ധമാകായികയാൽ ഞാൻ എൻ്റെ ക്രോധം നിന്റെ മേൽ തീർക്കുവോളം ഇനി നിന്റെ മലിനത നീങ്ങി നീ വിശുദ്ധമായിത്തീരുകയില്ല. യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. അത് സംഭവിക്കും. ഞാൻ അത് അനുഷ്ഠിക്കും. ഞാൻ പിന്മാറുകയില്ല, ആദരിക്കുകയില്ല, സഹതപിക്കുകയുമില്ല. നിന്റെ നടപ്പിന് ക്രിയകൾക്കും തക്കവണ്ണം അവർ നിന്നെ ന്യായം വിധിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഞാൻ നിന്റെ കണ്ണിന് ആനന്ദമായവളെ ഒരേ അടിയാൽ നിങ്ങൾ നിന്ന് എടുത്തുകളയും. നീ വിലപിക്കുകയോ കരയുകയോ കണ്ണുനീർ വാർക്കുകയോ ചെയ്യരുത്. നീ മൗനമായി നെടുവീർപ്പെട്ടുകൊള്ളുക. മൃതവിലാപം കഴിക്കരുത്. തലയ്ക്ക് തലപ്പാവ് കെട്ടി കാലിന് ചെരുപ്പിടുക. അധരം മൂടരുത്. മറ്റുള്ളവർ കൊടുത്തയക്കുന്ന അപ്പം തിന്നുകയും അരുത്. അങ്ങനെ ഞാൻ രാവിലെ ജനത്തോട് സംസാരിച്ചു. വൈകുന്നേരത്തെ എൻ്റെ ഭാര്യ മരിച്ചു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പിറ്റേ രാവിലെ ചെയ്തു. അപ്പോൾ ജനം എന്നോട്, നീ ഈ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്ത്?
ഞങ്ങൾക്ക് പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ അവരോട് ഉത്തരം പറഞ്ഞത്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഗർവിക്കുന്ന ശരണവും നിങ്ങളുടെ കണ്ണിന്റെ ആനന്ദവും നിങ്ങളുടെ ഹൃദയത്തിന്റെ വാഞ്ചയും ആയിരിക്കുന്ന എൻ്റെ വിശുദ്ധ മന്ദിരത്തെ ഞാൻ അശുദ്ധമാക്കും. നിങ്ങൾ വിട്ടേച്ചു പോകുന്ന നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും വാൾ കൊണ്ട് വീഴും. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും അന്ന് ചെയ്യും. നിങ്ങൾ അതരം മൂടാതെയും മറ്റുള്ളവർ കൊടുത്തയക്കുന്ന അപ്പം തിന്നാതെയും ഇരിക്കും. നിങ്ങളുടെ തലപ്പാവ് തലയിലും ചെരുപ്പ് കാലിലും ഇരിക്കും. നിങ്ങൾ വിലപിക്കുകയോ കരയുകയോ ചെയ്യാതെ നിങ്ങളുടെ അകൃത്യങ്ങളെ തന്നെ ക്ഷയിച്ചു തമ്മിൽ തമ്മിൽ നോക്കി ഞരങ്ങും. ഇങ്ങനെ യെഹെസ്കേൽ നിങ്ങൾക്കൊരടയാളമായിരിക്കും. അവൻ ചെയ്തതുപോലെയൊക്കെയും നിങ്ങളും ചെയ്യും. അത് സംഭവിക്കുമ്പോൾ ഞാൻ യഹോവയായ കർത്താവെന്ന് നിങ്ങൾ അറിയും. മനുഷ്യപുത്ര, അവരുടെ ശരണവും അവരുടെ മഹത്വമുള്ള സന്തോഷവും അവരുടെ കണ്ണിന്റെ ആനന്ദവും അവരുടെ ഹൃദയവാഞ്ചയും ആയിരിക്കുന്നതിനെയും അവരുടെ പുത്രന്മാരെയും പുത്രന്മാരെയും ഞാൻ അവരിൽ നിന്ന് എടുത്തു കളയുന്ന നാളിൽ, ആ നാളിൽ തന്നെ ചാടിപ്പോകുന്ന ഒരുത്തൻ നിന്റെ അടുക്കൽ വന്ന് വസ്തു നിന്നെ പറഞ്ഞു കേൾപ്പിക്കും. ചാടിപ്പോയവനോട് സംസാരിപ്പാൻ അന്ന് നിന്റെ വായ് തുറക്കും. നീ ഇനി മൗനമായിരിക്കാതെ സംസാരിക്കും. അങ്ങനെ നീ അവർക്കൊരടയാളമായിരിക്കും. ഞാൻ യഹോവയെന്ന് അവർ അറിയും. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം. വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിനെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജലനദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകിയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിൽ കാണും. ഇനി രാത്രി ഉണ്ടാകിയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നതുകൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരായ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തന്റെ ദൂതനെ അയച്ചു. ഇതാ, ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്ക എന്ന് പറഞ്ഞു. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ, ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഈ പുസ്തകങ്ങളിലെ പ്രവചനങ്ങൾ കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഇത് സാക്ഷീകരിക്കുന്നവൻ, അതെ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമീൻ. കർത്താവായ യേശുവേ, വരയണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമീൻ.